നിങ്ങൾ ഏത് ടോപ്പേഴ്സിനോട് ചോദിച്ചാലും, നീറ്റ് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരോടും ചോദിച്ചാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാര്യം കൺസിസ്റ്റൻസിയാണ്. ഇപ്പം നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളത് കേൾക്കുകയും ചെയ്യും. പക്ഷെ എത്ര ആൾക്കാർ ഇത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്? ഇപ്പം ടഫ് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും ഒരു ടഫ് ചാപ്റ്റർ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് വീക്കായിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടാവും. അതാണ് ഞാൻ ടഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഐ എം ഫിദ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഞാനിപ്പോൾ വന്നേക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടിപ്സ് പറഞ്ഞു തരാനാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കണം മാക്സിമം. നിങ്ങളടുത്ത് ടൈം ടേബിൾ ഉണ്ടാക്കാൻ എല്ലാവരും പറയും, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ എല്ലാവരും പറയും. പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളൊരു സാധനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആവാനും ഇൻസ്പയർഡ് ആവാനും ഒക്കെ എല്ലാവർക്കും ഈസിയാണ്. പക്ഷേ നമ്മളൊരു സാധനം, ഒരു ടൈം ടേബിൾ ഇട്ട് വെച്ചാൽ കറക്റ്റായിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഇത്ര മണിക്ക് എണീക്കും, ഒരു ദിവസം നമുക്ക് അങ്ങനെ മോട്ടിവേറ്റഡ് ആവാം. ഞാൻ നാളെ തൊട്ട് ഇത്ര മണിക്ക് ഞാൻ എണീക്കും, അല്ലെങ്കിൽ നാളെ രാത്രി ഞാൻ ഇത്ര മണിക്ക് ഉറങ്ങും, അങ്ങനെയൊക്കെ പറയാനും നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാനൊക്കെ ഈസിയാണ്. പക്ഷേ എത്ര ആൾക്കാർ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും? മാക്സിമം ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇത്രയൊക്കെയല്ലേ നിങ്ങൾ ചെയ്യും. പക്ഷേ നമ്മുടെ മുന്നിൽ നീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇത്ര ദിവസത്തിൽ ഉണ്ടെങ്കിൽ, ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് വെച്ചേക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഏത് ടോപ്പേഴ്സിനോട് ചോദിച്ചാലും, നീറ്റ് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരോടും ചോദിച്ചാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാര്യം കൺസിസ്റ്റൻസിയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നല്ല, ഉണ്ടാക്കിയ ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ആവുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, എല്ലാവരും പറയുന്ന കാര്യമാണ് മോക്ക് ടെസ്റ്റ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും പറഞ്ഞ് അതിനൊരു വാല്യൂ കുറഞ്ഞു എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഇത് ഇപ്പം നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളത് കേൾക്കുകയും ചെയ്യും. പക്ഷേ എത്ര ആൾക്കാർ ഇത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്? ഡെയിലി നിങ്ങൾക്ക് നീറ്റിനെ അലോട്ട് ചെയ്ത ടൈം ഏതാ, ആ ടൈമിന് കറക്റ്റായിട്ടൊരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോറിൽ ഒരു വലിയ ഡിഫറൻസ്, ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു 500 നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ 500 600 വരെ എത്തിക്കാൻ മോക്ക് ടെസ്റ്റ് എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എത്ര സിലബസ് പഠിച്ചോ, എത്ര കോൺസെപ്റ്റ്സ് പഠിച്ചോ, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, അതൊന്നുമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എത്ര മോക്ക് ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും നീറ്റിൻ്റെ സമയത്ത്. അപ്പം ആ ഒരു സ്ട്രെസ്സ് പോകാൻ നിങ്ങൾക്കിപ്പോൾ ഒരു മാസം കിട്ടുകയെന്ന് വെച്ചോ, ഒരു മാസത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 30 മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 30 പ്രാവശ്യം നിങ്ങൾ ആ സ്ട്രെസ്സിലൂടെ കടന്നു പോവാണ്. ഓൾമോസ്റ്റ് ആ ഒരു സ്ട്രെസ്സിലൂടെ നിങ്ങൾ കടന്നു പോവാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ് ലെവൽ കുറക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഏറ്റവും ഈസി ആയിട്ട് നമുക്കത് കുറക്കാൻ പറ്റുന്ന ഒരു വേ ആണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞാൻ പറയേണ്ട ടൈം മാനേജ്മെൻറ്റ്. 3 മണിക്കൂർ കൊണ്ട് ആരാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ആ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്നത്, അവരാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് അറിയോ ഇല്ലേ എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. 3 മണിക്കൂറിൽ അത് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾ മാക്സിമം ആ ഒരു ക്വസ്റ്റ്യൻസ് ഈ 3 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് തരുന്ന ഒരു സാധനമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരിക്കലും വിടരുത്. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, എന്നെ കുറേ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊരിക്കലും വിടരുത്. മാക്സിമം നിങ്ങൾ ലാസ്റ്റ് ഡേയ്സിലേക്ക് അത് ട്രൈ ചെയ്യാൻ നോക്കണം. ഓക്കെ. പിന്നെ പറയാനുള്ളത്, ഇത് ഞാനും ചെയ്തൊരു തെറ്റായിരുന്നു. ഈ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ അവസാനത്തോട്ട് നീക്കി വെക്കുക. ചിലപ്പോൾ നമുക്കൊരു പേടി കാരണമോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം, അല്ലെങ്കിൽ നമ്മളിത് പഠിച്ചാൽ ആ കോൺഫിഡൻസ് പോകുമോ എന്നുള്ള കാരണത്താലൊക്കെ നമ്മൾ ചിലപ്പം ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് അവസാനത്തോട്ട് നീക്കി വെക്കാൻ ചാൻസ് ഉണ്ട്. അത് ചെയ്യരുത്. നമുക്കൊരു ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ മാക്സിമം ആദ്യം ഇതിനെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നമ്മളെന്താ ലാസ്റ്റിലേക്ക് നീക്കി വെച്ച് അവസാനം നീറ്റിൻ്റെ തലേന്ന് വരെ ആയിരിക്കും നമ്മൾ അത് ലാസ്റ്റിലേക്ക് പഠിക്കേണ്ട ടൈം ആവുക. അപ്പം നീറ്റിൻ്റെ അവസാനത്തെ ആഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഴ്ചയാണ്. ആ സമയത്തേക്കൊന്നും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും വെക്കരുത്. ഇപ്പം നിങ്ങൾ കുറച്ച് നീറ്റിൻ്റെ ഒരാഴ്ച മുന്നേ ഉള്ള ടൈം, അതിന് മുന്നേ ഉള്ള എല്ലാ സമയവും നമ്മൾ മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സും ടഫാണെങ്കിലും ഈസി ആണെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഒഴിവാക്കരുത് ഒരിക്കലും. അത് മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കി. ഇപ്പം ഞാൻ പറയുന്ന ഒരു ദിവസം ഇരുന്നിട്ട് എല്ലാ ടഫ് ചാപ്റ്റേഴ്സും ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. മിക്സഡ് ആയിട്ട് പഠിക്കണം. അതായത് നിങ്ങൾ ഇന്നിപ്പോൾ 2 ഈസി ചാപ്റ്ററും 2 ടഫ് ചാപ്റ്ററും പഠിക്കണം. അതായത് ഒരു ടഫ്
ടഫ് ചാപ്റ്റർ പഠിക്കുക, അതിനുശേഷം ഒരു ഈസി ചാപ്റ്റർ പഠിക്കുക, പിന്നെ ഒരു ടഫ് ചാപ്റ്റർ പഠിക്കുക, അതിനുശേഷം ഒരു ഈസി ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണം. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ടഫ് ചാപ്റ്റർ പഠിക്കാൻ ഒരു സുഖം ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്തായിരിക്കും വെച്ചാൽ ഈ ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് ഒരു ദിവസം വെക്കും, എന്നിട്ട് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ വേറൊരു ദിവസം ഒരുമിച്ച് വെക്കും. ആ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മിക്കവാറും നിങ്ങൾ ഫെയിൽ ആയിട്ടായിരിക്കും നിങ്ങൾ ടഫ് ചാപ്റ്റേഴ്സ് ട്രൈ ചെയ്യാതെ ഇപ്പം നിൽക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ എന്താക്കി ഈ ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ആദ്യമേ പഠിക്കാൻ നോക്കുക, അവസാനത്തേക്ക് വെക്കരുത്. നിങ്ങൾക്ക് ഇപ്പം ടഫ് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും ഒരു ടഫ് ചാപ്റ്റർ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് വീക്കായിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടാവും. അതാണ് ഞാൻ ടഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വേറെ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കരുത് അവർക്ക് ഏതാ ടഫ്, അവർക്ക് വേറെ ആയിരിക്കും ഉണ്ടാവുക, നമുക്ക് വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ആ ഒരു ടഫ് ചാപ്റ്റർ ഏതാ, ഏറ്റവും വീക്കായിട്ടുള്ള പാർട്ട് ഏതാന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സ്ട്രെങ്ത് ആക്കാൻ നോക്കുകയാണ് വേണ്ടിയത്. അപ്പം ആ ഒരു സംഭവം ആദ്യം നിങ്ങൾ ചെയ്യണം. അവസാനത്തേക്കൊന്നും ഈ പരിപാടി ചെയ്യാനേ നിൽക്കരുത്. അവസാനം നിങ്ങൾക്ക് അങ്ങനെ നീറ്റിൽ ലാസ്റ്റ് ആഴ്ചത്തേക്ക് ഒരു ടഫ് ചാപ്റ്റർ പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ടഫ് ചാപ്റ്റർ കുറേ നേരം എടുത്ത് പഠിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാക്സിമം ആ ഒരു ലാസ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ ഒന്ന് കുറച്ച് കൂളായി പഠിക്കേണ്ട ഒരു ടൈമാണ്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് 4 ദിവസം 5 ദിവസമൊക്കെ. അപ്പം നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോഴേ ആ ടഫ് ചാപ്റ്റേഴ്സൊക്കെ നോക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടിപ്സ്. ഇത് ഞാൻ ഫോളോ ചെയ്തതാണ്, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പം നിങ്ങളും ഇത് ഫോളോ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്, എനിക്ക് ചെയ്തിട്ട് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം മാക്സിമം ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.